ബിപിൻ ചന്ദ്രയുടെ മോഡേൺ ഇന്ത്യയിലെ 4ാമത്തെ ചാപ്റ്ററാണ് ദ സ്ട്രക്ചർ ഓഫ് ഗവൺമെൻറ് ആൻഡ് ദ എക്കണോമിക് പോളിസീസ് ഓഫ് ദ ബ്രിട്ടീഷ് എംപയർ ഇൻ ഇന്ത്യ 1757 to 1857. അതായത് 1757 മുതൽ 1857 വരെയുള്ള ഗവൺമെൻറ് ഘടനയും ഇന്ത്യയിലെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ സാമ്പത്തിക നയങ്ങളും എന്നുള്ള ചാപ്റ്റർ. ഇതിൻ്റെ ആദ്യ ഭാഗത്ത് ഗവൺമെൻറ് ഘടനയെക്കുറിച്ചും ഇന്ത്യയിലെ ബ്രിട്ടീഷ് സാമ്പത്തിക നയങ്ങളെക്കുറിച്ചും അതിൽ വാണിജ്യ നയം, സാമ്പത്തിക ചൂഷണം എന്നീ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി 19ാം നൂറ്റാണ്ടിലെ, അതായത് ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ ഗതാഗത വാർത്താവിനിമയ മേഖലയിലെ വളർച്ച എങ്ങനെയായിരുന്നു, ഡെവലപ്മെൻറ്റ് ഓഫ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ഭാഗമാണ് നമുക്ക് നോക്കാനുള്ളത്. 19ാം നൂറ്റാണ്ടിൻ്റെ പകുതി വരെ ഇന്ത്യയിലെ ഗതാഗത സൗകര്യങ്ങൾ വളരെ പിന്നോക്കമായിരുന്നു. കാളവണ്ടിയും അശ്വവ്യൂഹങ്ങളുമായി അവ പരിമിതപ്പെട്ടിട്ടുണ്ടായിരുന്നു. ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ വൻതോതിൽ ഇന്ത്യയിലേക്ക് ഒഴുകുകയും അവിടെ നിന്ന് അസംസ്കൃത വസ്തുക്കൾ ബ്രിട്ടീഷ് വ്യവസായത്തിന് ലഭിക്കുകയും ചെയ്യണമെങ്കിൽ ചെലവ് കുറഞ്ഞതും ആയാസരഹിതവുമായിട്ടുള്ള ഒരു ഗതാഗത സംവിധാനം അത്യാവശ്യമാണെന്ന് ബ്രിട്ടീഷ് ഭരണാധികാരികൾ മനസ്സിലാക്കി. അവർ നദികളിൽ ആവിക്കപ്പലുകൾ ഓടിക്കുകയും റോഡുകൾ നന്നാക്കുന്നതിന് തുടക്കമിടുകയും ചെയ്തു. കൽക്കട്ടയിൽ നിന്ന് ഡൽഹി വരെയുള്ള ഗ്രാൻഡ് ട്രങ്ക് റോഡിൻ്റെ പണി 1839 ആരംഭിക്കുകയും 1850കളിൽ പൂർത്തിയാക്കുകയും ചെയ്തു. രാജ്യത്തെ പ്രധാന നഗരങ്ങളെയും തുറമുഖങ്ങളെയും ചന്തകളെയും തമ്മിൽ റോഡ് മാർഗം ബന്ധിപ്പിക്കാനും ശ്രമങ്ങളുണ്ടായി. എന്നാൽ ഗതാഗതത്തിൽ യഥാർത്ഥ പുരോഗതി ഉണ്ടായത് റെയിൽവേയുടെ വരവോടുകൂടിയാണ്. 19ാം നൂറ്റാണ്ടിൻ്റെ പകുതി വരെ ഇന്ത്യയിലെ ഗതാഗത സൗകര്യങ്ങൾ വളരെയധികം പിന്നോക്കമായിരുന്നു. കാളവണ്ടിയും അശ്വവ്യൂഹങ്ങളുമായിട്ട് അവ പരിമിതപ്പെട്ടിട്ടുണ്ടായിരുന്നു. ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ വൻതോതിൽ ഇന്ത്യയിലേക്ക് ഒഴുകുകയും അവിടെ നിന്ന് അസംസ്കൃത വസ്തുക്കൾ ബ്രിട്ടീഷ് വ്യവസായത്തിന് ലഭിക്കുകയും ചെയ്യണമെങ്കിൽ ചെലവ് കുറഞ്ഞതും ആയാസരഹിതവുമായ ഒരു ഗതാഗത സംവിധാനം അത്യാവശ്യമാണെന്ന് ബ്രിട്ടീഷ് ഭരണാധികാരികൾ മനസ്സിലാക്കി. അവർ നദികളിൽ ആവിക്കപ്പലുകൾ ഓടിക്കുകയും റോഡുകൾ നന്നാക്കുന്നതിന് തുടക്കമിടുകയും ചെയ്തു. കൽക്കട്ടയിൽ നിന്ന് ഡൽഹി വരെയുള്ള ഗ്രാൻഡ് ട്രങ്ക് റോഡിൻ്റെ പണി 1839 ആരംഭിക്കുകയും 1850കളിൽ അത് പൂർത്തിയാക്കുകയും ചെയ്തു. രാജ്യത്തെ പ്രധാന നഗരങ്ങളെയും തുറമുഖങ്ങളെയും ചന്തകളെയും തമ്മിൽ റോഡ് മാർഗം ബന്ധിപ്പിക്കാനും ശ്രമങ്ങളുണ്ടായി. എന്നാൽ ഗതാഗതത്തിൽ യഥാർത്ഥ പുരോഗതി ഉണ്ടായത് റെയിൽവേയുടെ വരവോടുകൂടിയാണ്. ജോർജ് സ്റ്റീഫൻസൺ രൂപകൽപ്പന ചെയ്ത ആദ്യത്തെ റെയിൽവേ എഞ്ചിൻ പാളങ്ങളുടെ മേൽ വയ്ക്കപ്പെട്ടത് 1814 ആ രാജ്യത്ത് 1830കളിലും 1840കളിലും റെയിൽവേ അതിവേഗത്തിൽ വികസിച്ചിട്ടുണ്ട്. അവ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിന് അവിടെ നിന്നുള്ള സമ്മർദ്ദം വന്നു. രാജ്യത്തിൻ്റെ ഉൾനാടുകളിൽ ഇതുവരെയും ഉപയോഗിക്കാതിരുന്ന വിശാല ഉപഭോക്തൃ വിപണികൾ തുറക്കാമെന്നും വിശന്നിരിക്കുന്ന യന്ത്രങ്ങൾക്കും യന്ത്രശക്തികൾക്കും ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കളും ആഹാര സാധനങ്ങളും ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്നതിനെ പ്രോത്സാഹിപ്പിക്കാമെന്നും ബ്രിട്ടീഷ് ഉൽപ്പാദകർ കണക്കുകൂട്ടിയിട്ടുണ്ടായിരുന്നു. അധികം വരുന്ന മുതൽ ഇന്ത്യയിലെ റെയിൽവേ വികസനത്തിൽ മുടക്കാമെന്ന് ബ്രിട്ടീഷുകാർ കരുതി. റെയിലുകൾ, എഞ്ചിനുകൾ, വാഗണുകൾ, മറ്റ് യന്ത്രങ്ങൾ, യന്ത്രശാല ഉപകരണങ്ങൾ എന്നിങ്ങനെ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് അവസരം ബ്രിട്ടീഷ് ഉരുക്കു നിർമ്മാതാക്കൾ ഇതുവഴി കണ്ടെത്തി. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വേഗം ഈ കാഴ്ചപ്പാടിനോട് യോജിക്കുകയും റെയിൽവേയുടെ കൂടുതൽ പ്രയോജനങ്ങൾ അവർ മനസ്സിലാക്കുകയും ചെയ്തു. നാടിനെ ഫലപ്രദമായും കാര്യപ്രാപ്തിയോടും ഭരിക്കാനും സൈന്യങ്ങളുടെ നീക്കവും മുന്നേറ്റങ്ങളും വേഗത്തിലാക്കിക്കൊണ്ട് വിദേശ ആക്രമണങ്ങളോ ആഭ്യന്തര കലാപങ്ങളോ നേരിട്ട് തങ്ങളുടെ ഭരണത്തെ സംരക്ഷിക്കാനും അത് സഹായിക്കുന്ന തരത്തിലുള്ളതായിരുന്നു. ജോർജ് സ്റ്റീഫൻസൺ രൂപകൽപ്പന ചെയ്ത ആദ്യത്തെ റെയിൽവേ എഞ്ചിന് 1814 പാളങ്ങളുടെ മേൽ വെച്ചത്. ആ രാജ്യത്ത്, അതായത് ബ്രിട്ടനിൽ 1830കളിലും 40കളിലും റെയിൽവേയുടെ വികസനം നടന്നിട്ടുണ്ട്. അവ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടനിൽ നിന്നുള്ള സമ്മർദ്ദം വന്നു. രാജ്യത്തിൻ്റെ ഉൾനാടുകളിൽ ഇതുവരെയും ഉപയോഗിക്കാതിരുന്ന വിശാല ഉപഭോക്തൃ വിപണികൾ തുറക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവർ ഈ ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നത്.
യന്ത്രങ്ങൾക്കും യന്ത്രശാലകൾക്കും ആവശ്യമായ അസംസ്കൃത വസ്തുക്കളും ആഹാര സാധനങ്ങളും ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്നതിനെക്കുറിച്ച് അവരാലോചിച്ചു. ബ്രിട്ടീഷ് ഉൽപ്പാദകർ അധികം വരുന്ന മുതൽ റെയിൽവേ വികസനത്തിൽ ഇറക്കണമെന്നും ബ്രിട്ടീഷ് ബാങ്കർമാരും ഈ ഒരു ചിന്താഗതി ഉള്ളവരായിരുന്നു. റെയിലുകൾ, എഞ്ചിനുകൾ, വാഗണുകൾ, മറ്റ് യന്ത്രങ്ങൾ, യന്ത്രശാല ഉപകരണങ്ങൾ എന്നിങ്ങനെ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് അവസരം ബ്രിട്ടീഷ് ഉരുക്കു നിർമ്മാതാക്കൾ ഇതുവഴി കണ്ടെത്തി. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വേഗം ഈ ഒരു കാഴ്ചപ്പാടിനോട് യോജിക്കുകയും റെയിൽവേയുടെ കൂടുതൽ പ്രയോജനങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു. നാടിനെ ഫലപ്രദമായും കാര്യപ്രാപ്തിയോടെയും ഭരിക്കാനും സൈന്യങ്ങളുടെ നീക്കവും മുന്നേറ്റങ്ങളും വേഗത്തിലാക്കിക്കൊണ്ട് വിദേശ ആക്രമണങ്ങളോ ആഭ്യന്തര കലാപങ്ങളോ നേരിട്ട് തങ്ങളുടെ ഭരണത്തെ സംരക്ഷിക്കാനും അത് സഹായിക്കുമെന്ന് അവർ മനസ്സിലാക്കി. ഇന്ത്യയിൽ ഒരു റെയിൽവേ പണിയണമെന്ന ആദ്യ നിർദ്ദേശം ഉണ്ടായത് മദ്രാസിൽ 1831 എന്നാൽ ഈ റെയിൽവേയുടെ വാഗണുകൾ വലിക്കുന്നത് കുതിരകളാണ്. ഇന്ത്യയിലെ ആവിശക്തി കൊണ്ടുള്ള റെയിൽവേ നിർമ്മിക്കണമെന്ന് ആദ്യം നിർദ്ദേശിച്ചത് 1834 ഇംഗ്ലണ്ടിലാണ്. ഇംഗ്ലണ്ടിലെ റെയിൽവേ പിന്തുണയ്ക്കുന്നവരും പണമിടപാടുകാരും ഇന്ത്യയുമായി കച്ചവടം നടത്തുന്ന വാണിജ്യ സ്ഥാപനങ്ങളുടെ ഉൽപ്പാദകരും ഈ ഒരു ആശയത്തിനോട് യോജിച്ചു. അപ്പോൾ ഇംഗ്ലണ്ടിലെ റെയിൽവേ എന്നുള്ള ആ ആശയത്തോട് പിന്തുണയ്ക്കുന്ന ആൾക്കാരും പണമിടപാടുകാരും ഇന്ത്യയുമായിട്ട് നിരന്തരം കച്ചവടം നടത്തുന്ന വാണിജ്യ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ തുണിത്തരങ്ങളുടെ ഉൽപ്പാദകരും ഈ ഒരു ആശയത്തോട് യോജിക്കുകയാണുണ്ടായത്. അപ്പോൾ ഇന്ത്യയിൽ റെയിൽവേ നിർമ്മാതാക്കളും ഓടിക്കുന്നതും സ്വകാര്യ കമ്പനികളായിരിക്കണമെന്നും, അതായത് ഇന്ത്യയിൽ റെയിൽവേ നിർമ്മിക്കുന്നതും അത് ഓടിക്കുന്നതും ഒക്കെ സ്വകാര്യ കമ്പനികളാവണമെന്നും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അവരുടെ മൂലധനത്തിന്മേൽ കുറഞ്ഞത് 5% അവർക്ക് നൽകണമെന്നുമുള്ള ആവശ്യം മുന്നോട്ട് വെച്ചു. ബോംബെയിൽ നിന്ന് താനെയിലേക്കുള്ള ആദ്യത്തെ റെയിൽവേ 1853 വാഹനഗതാഗതത്തിന് തുറന്നു കൊടുക്കുകയാണ് ചെയ്തത്. ഈ ഒരു ഭാഗത്ത് കുറച്ച് ഭാഗം കട്ടായി പോയിട്ടുണ്ട്, പക്ഷേ നമ്മൾ പറഞ്ഞു പോവാം. 1849 ഇന്ത്യയിലെ ഗവർണർ ജനറലായി വന്ന ഡൽഹൌസി പ്രഭു ത്വരിതഗതിയിലുള്ള റെയിൽവേ നിർമ്മാണത്തിൻ്റെ ശക്തനായിട്ടുള്ള വക്താവായിരുന്നു. 1853 എഴുതിയ പ്രശസ്തമായ ഒരു കുറിപ്പിൽ റെയിൽവേ വികസനത്തിൻ്റെ വിശദമായിട്ടുള്ള പരിപാടി അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. നാട്ടിലെ ഉൾപ്രദേശങ്ങളെ വലിയ തുറമുഖങ്ങളുമായും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളെ പരസ്പരവും ബന്ധിപ്പിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. 1869 അവസാനത്തോടു കൂടി ഇന്ത്യ ഗവൺമെൻറ് ഉറപ്പുകൊടുത്ത കമ്പനികൾ 6000 കിലോമീറ്റർ റെയിൽവേ നിർമ്മിച്ചു. എന്നാൽ ഈ രീതി ചിലവേറിയതും സാവധാനത്തിലുള്ളതുമായതുകൊണ്ട് രാജ്യത്തിൻ്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ പുതിയ റെയിൽ പാതകൾ നിർമ്മിക്കണമെന്ന് ഇന്ത്യ ഗവൺമെൻറ് തീരുമാനിച്ചു. എന്നിട്ടും റെയിൽവേ വികസനത്തിൻ്റെ വേഗം ഇന്ത്യയിലെ ഉദ്യോഗസ്ഥരെയും ബ്രിട്ടനിലെ ബിസിനസ്സുകാരെയും തൃപ്തിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. 1880 ശേഷം ഗവൺമെൻറ് വിഭാഗവും സ്വകാര്യ സംരംഭകരും റെയിൽ പാതകൾ നിർമ്മിച്ചു. 1905 ആയപ്പോഴേക്കും 45,000 കിലോമീറ്ററോളം റെയിൽപാത നിർമ്മിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യയിൽ. ഇന്ത്യയിൽ റെയിൽവേയുടെ വളർച്ചയിൽ 3 പ്രധാന വസ്തുക്കൾ നമ്മൾ കാണുന്നത്. ഒന്നാമത്, അവയിൽ നിക്ഷേപിച്ച 380 കോടിയോളം രൂപയിൽ ഏതാണ്ട് മുഴുവനും ബ്രിട്ടീഷ് നിക്ഷേപകർ നൽകിയതായിരുന്നു. ഇന്ത്യയുടെ മൂലധനം അതിൽ തീരെ കുറവായിരുന്നു. രണ്ടാമത്തേത്, അവർ ആദ്യത്തെ 50 വർഷങ്ങളിൽ സാമ്പത്തികമായി പരാജയവും നിക്ഷേപിച്ച മൂലധനത്തിൻ്റെ പലിശ നൽകാൻ നിവൃത്തിയില്ലാത്തതുമായിരുന്നു. സ്വകാര്യ സംരംഭകർ നിർമ്മിച്ച റെയിൽപാതകളിലെ ക്ലിപ്തമായ ഒരു വരുമാനം ഉറപ്പു നൽകിയ ഇന്ത്യ ഗവൺമെൻറ് ആ നഷ്ടം നികത്തിക്കൊടുത്തു. 1850 ബ്രിട്ടനിലെ പലിശ നിരക്ക് ഏതാണ്ട് 3% ഉറപ്പ് നൽകിയ വരുമാനം ആകർഷണീയമായ 5%. അതായത് ഗവൺമെൻറ് ഉറപ്പ് നൽകിയ വരുമാനം എന്ന് പറഞ്ഞാൽ 5%, ബ്രിട്ടനിലെ പലിശ നിരക്ക് 3%. മൂന്നാമത്തേത്, അതിലേക്ക് വിഭാവനം ചെയ്യപ്പെട്ട പദ്ധതിയിലും നിർമ്മാണത്തിലും ദൈനംദിന ഭരണത്തിലും ഇന്ത്യയിലെയും ഇവിടുത്തെ ജനങ്ങളുടെയും സാമ്പത്തികവും രാഷ്ട്രീയവുമായ ഉന്നമനത്തിന് ഒരു സ്ഥാനം ഉണ്ടായിരുന്നില്ല. പകരം മുഖ്യ പരിഗണന നൽകിയത് ഇന്ത്യയിലെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ സാമ്പത്തിക, രാഷ്ട്രീയ, സൈനിക താൽപ്പര്യങ്ങൾക്കായിരുന്നു. മുഖ്യമായും അസംസ്കൃത വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയുടെ ഉൾനാടുകളെ കയറ്റുമതി തുറമുഖങ്ങളുമായി ബന്ധിപ്പിക്കുക എന്ന കാഴ്ചപ്പാടോടെയാണ് റെയിൽ പാതകൾ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നത്. വിപണികൾക്കും അസംസ്കൃത വസ്തുക്കൾക്കുമായുള്ള ഇന്ത്യയിലെ വ്യവസായങ്ങളുടെ ആവശ്യങ്ങൾ അവഗണിക്കപ്പെട്ടു.
കയറ്റുമതിയെയും ഇറക്കുമതിയെയും പ്രോത്സാഹിപ്പിക്കുകയും രാജ്യത്തിനുള്ളിലെ ചരക്ക് നീക്കത്തിനെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ ഉയർന്ന ചിലവിൽ ചില റെയിൽ പാതകൾ ബർമ്മയിലും ഉത്തര പശ്ചിമ ഇന്ത്യയിലും നിർമ്മിച്ചത് ബ്രിട്ടീഷ് സാമ്രാജ്യ താല്പര്യങ്ങളെ സഹായിക്കാൻ വേണ്ടിയായിരുന്നു. ബ്രിട്ടീഷുകാർ കാര്യക്ഷമവും ആധുനികവുമായിട്ടുള്ള ഒരു തപാൽ സമ്പ്രദായം സ്ഥാപിക്കുകയും ടെലഗ്രാഫ് അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കൽക്കട്ടയിൽ നിന്ന് ആഗ്ര വരെയുള്ള ആദ്യത്തെ ടെലഗ്രാഫ് ലൈൻ തുറന്നത് 1853 ഡൽഹൌസി പ്രഭു പോസ്റ്റേജ് സ്റ്റാമ്പുകൾ അവതരിപ്പിച്ചു. അതിനു മുമ്പ് എഴുത്ത് പോസ്റ്റ് ചെയ്യുമ്പോൾ പണമടയ്ക്കണമായിരുന്നു. അദ്ദേഹം പോസ്റ്റിൻ്റെ നിരക്കുകൾ കുറയ്ക്കുകയും ദേശമെങ്ങും ഒരെഴുത്തെത്തുന്നതിന് 1/2 അണ എന്ന ഒറ്റ നിരക്കിലേക്ക് അതിനെ ചുരുക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ പരിഷ്കാരങ്ങൾക്ക് മുമ്പ് ഒരെഴുത്ത് സഞ്ചരിക്കേണ്ട ദൂരമനുസരിച്ചായിരുന്നു നിരക്കുണ്ടായിരുന്നത്. ചില അവസരങ്ങളിൽ ഒരു എഴുത്ത് അയക്കാനുള്ള ചെലവ് വിദഗ്ധ ജോലിക്കാരനായ ഒരു ഇന്ത്യക്കാരൻ്റെ 4 ദിവസത്തെ വേതനത്തിന് തുല്യമായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ചെലവുകളെല്ലാം തന്നെ അദ്ദേഹം ചുരുക്കി. ഈ രീതിയിൽ ഗതാഗത വാർത്താവിനിമയ മേഖലയിൽ ധാരാളം പുരോഗതി കൊണ്ടുവരാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് സാധിച്ചു. അവരുടെ സാമ്പത്തിക, രാഷ്ട്രീയ, സാമൂഹിക നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് ഈ പുരോഗമന പ്രവർത്തനങ്ങൾ നടത്തിയതെങ്കിലും ഈ ഒരു സംവിധാനമാണ് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ സഹായിച്ചത്. ഈ ഒരു ഭാഗത്ത് ഇത്ര മാത്രമേ പറയാനുള്ളൂ. ഇനി ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിലെ ലാൻഡ് റവന്യൂ പോളിസിയെക്കുറിച്ച് നമുക്ക് നെക്സ്റ്റ് വീഡിയോ നോക്കാം. ഓക്കെ, താങ്ക് യു.